Divisional Accountant Officer, Part 8, Question Discussion from Reserves and Provision. Question number 99. Meaning of Reserves and Provision. Business often face certain contingencies, risks and losses which are usually unexpected. In order to meet all contingencies, both expected and unexpected, business concern often create reserves or making provision out of profit at the time of preparing financial statement. Reserves and provisions are the sum set aside out of profit or from other surplus in order to meet the event in future. അപ്പം നമുക്ക് റിസർവുകളും സർപ്ലസുകളും എന്താണെന്നാണ് പഠിക്കാനുള്ളത്. ഒരു ബിസിനസ് കൺസേൺ അവരുടെ ഫിനാൻഷ്യൽ ഇയറിൻ്റെ എൻഡ് ആകുമ്പോഴത്തേക്കും അവർ ഒരു പ്രോഫിറ്റിൽ നിന്നും ഒരു എമൗണ്ട് നീക്കി വയ്ക്കും. ഏതിലേക്കൊക്കെയാണ് നീക്കി വയ്ക്കുന്നത്? റിസർവ്സിലേക്കും പ്രൊവിഷൻസിലേക്കുമാണ് നീക്കി വയ്ക്കുന്നത്. അപ്പോൾ എല്ലാ ബിസിനസ്സുകാരും മസ്റ്റായിട്ടും മെയിൻറ്റെയിൻ ചെയ്യേണ്ട പ്രൊവിഷൻസും റിസർവ്സും ഒക്കെ ഉണ്ട്. അപ്പം നമുക്ക് ആദ്യം ഇതിലെ പ്രൊവിഷൻ എന്താണെന്ന് നോക്കാം. പ്രൊവിഷൻ അപ്പോൾ ബിസിനസ് ഭാവിയിൽ ഉണ്ടാവുമെന്ന് ഉറപ്പുള്ള ഒരു ലൈബിലിറ്റി മീറ്റ് ചെയ്യാൻ വേണ്ടി പ്രോഫിറ്റിൽ നിന്ന് മാറ്റി വയ്ക്കുന്ന തുകയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രൊവിഷൻ എന്ന് പറയുന്നത്. അപ്പം രണ്ടും പ്രൊവിഷൻ ആയാലും റിസർവ് ആയാലും പ്രോഫിറ്റിൽ നിന്നും മാറ്റി വയ്ക്കുന്ന തുകകളാണ് പ്രൊവിഷനും റിസർവും. ഈ പ്രൊവിഷൻ എന്ന് പറയുമ്പോൾ എന്തായാലും ഉറപ്പായിട്ടും അത് ഉണ്ടാവും. അത് ഉറപ്പായിട്ടും ഒരു ബിസിനസ് മാറ്റി വയ്ക്കണം. ആ ഒരു ലൈബിലിറ്റിയെ മീറ്റ് ചെയ്യാൻ വേണ്ടി ഉറപ്പായിട്ടും ബിസിനസ് മാറ്റി വയ്ക്കേണ്ടതാണ് പ്രൊവിഷൻ. റിസർവ്സ് എന്താണ്? ഭാവിയിൽ നടക്കേണ്ട ലൈബിലിറ്റി തന്നെയാണ്. പക്ഷെ അത് നമുക്ക് എന്താണ്? അത് നടക്കുമെന്ന് ഉറപ്പൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഒരു റിസർവ് ആയിട്ട് ജസ്റ്റ് മാറ്റി വെക്കുന്നതാണ്. അതായത് കമ്പൽസറി ഒന്നുമല്ല. നെക്സ്റ്റ് 100ാമത്തെ ക്വസ്റ്റ്യൻ. പ്രൊവിഷൻ മീൻസ് എനി എമൗണ്ട് സെറ്റ് എസൈഡ് ദ charge against profit to meet a loss, the amount which cannot be determined with sustainable accuracy. അപ്പോൾ നമുക്കിവിടെ പ്രൊവിഷൻ എന്താണെന്നാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞു പ്രൊവിഷൻ എന്ന് പറയുന്നത് ഭാവിയിൽ ഉറപ്പായിട്ടും ഉണ്ടാകുന്ന ഒരു ലയബിലിറ്റിയാണ്. അതിനൊരു ചാർജ് നമ്മൾ ഇപ്പോഴേ മാറ്റി വയ്ക്കുവാണ്. ഇതിപ്പം പ്രൊവിഷൻ എന്ന് പറയുമ്പോൾ ഒരു നോൺ ലൈബിലിറ്റി ആയിട്ട് വരുന്നതാണ്. സ്പെസിഫിക് എമൗണ്ട് ലൈബിലിറ്റി ഒരു സ്പെസിഫിക് എമൗണ്ട് ഓഫ് ലൈബിലിറ്റി ഒരു സ്പെസിഫിക് എമൗണ്ട് ഓഫ് ലൈബിലിറ്റി ഉണ്ടാവും പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ മാറ്റി വയ്ക്കുന്ന ഒരു എമൗണ്ട് ആണ്. ഏതിൽ നിന്നും? പ്രോഫിറ്റിൽ നിന്നും. അതെന്താണ്? അത് പ്രോഫിറ്റിനെ നമ്മുടെ ടോട്ടൽ പ്രോഫിറ്റിനെ റെഡ്യൂസ് ചെയ്താണ് കാണിക്കുന്നത്. ഈ പ്രൊവിഷൻ എന്ന് പറയുന്ന സംഭവം ടോട്ടൽ പ്രോഫിറ്റിനെ റെഡ്യൂസ് ചെയ്താണ് നമ്മൾ കാണിക്കുന്നത്. ടോട്ടൽ പ്രോഫിറ്റിനെ റെഡ്യൂസ് ചെയ്യും പ്രൊവിഷൻ നമ്മൾ മാറ്റി വയ്ക്കുമ്പോൾ. കാരണം പ്രോഫിറ്റിൽ നിന്നല്ലേ മാറ്റുന്നത്. പ്രൊവിഷൻ നമ്മൾ മെയിനായിട്ട് നമുക്ക് മാറ്റുന്ന എന്തിനൊക്കെയാണ്? ഡിപ്രീസിയേഷന് മാറ്റാം, ഡൗട്ട്ഫുൾ ഡെറ്റ്സ്, ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ്സിന് മാറ്റാം, ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സിന് മാറ്റാം. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരു കമ്പനി ഒരു ബിസിനസ് പ്രൊവിഷൻ മസ്റ്റായിട്ടും കമ്പൽസറി ആയിട്ടും മാറ്റേണ്ട കാര്യങ്ങളുണ്ട്. അപ്പം എന്താണ് പ്രൊവിഷൻ എന്ന് വെച്ചാൽ ഭാവിയിൽ ഉണ്ടാവുമെന്ന് ഉറപ്പുള്ള ലൈബിലിറ്റികളെ മീറ്റ് ചെയ്യാൻ വേണ്ടി പ്രോഫിറ്റിൽ നിന്നും മാറ്റുന്ന തുകയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രൊവിഷൻ എന്ന് പറയുന്നത്. ഈ പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ എന്താണ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നതിന് മുമ്പേ നമ്മളങ്ങ് മാറ്റുവാണ്. നമുക്ക് നമ്മൾ P&L അക്കൗണ്ട് എഴുതി നെറ്റ് പ്രോഫിറ്റ് കിട്ടുന്നതിന് മുമ്പേ നമ്മളങ്ങ് മാറ്റുന്ന എമൗണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് അതിന് നെറ്റ് പ്രോഫിറ്റ് കിട്ടുന്നതിന് മുമ്പ് മാറ്റുന്നത് കൊണ്ടാണ് ഇതിനെ നെറ്റ് പ്രോഫിറ്റ് റെഡ്യൂസ് ചെയ്യുന്നു എന്ന് പറയുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ഈ പ്രൊവിഷൻ എന്ന് പറയുന്ന ഐറ്റം നമ്മൾ ഡെബിറ്റ് സൈഡിലല്ലേ കാണിക്കുന്നത്. കാരണം അതൊരു അത് നമുക്ക് നമ്മളത് ഒരു അസറ്റായിട്ട് അല്ലെങ്കിൽ അതിനെ ഡെബിറ്റ് സൈഡിലോട്ടാണ് നമ്മൾ കാണിക്കുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് നമ്മൾ എന്ത് കാണിക്കുന്നത്? പ്രൊവിഷൻ കാണിക്കുന്നത്. ഏത് ടൈപ്പ് പ്രൊവിഷൻ ആണെങ്കിലും നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. പ്രൊവിഷനും കൂടെ എഴുതിയതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് കണ്ടുപിടിക്കുകയുള്ളൂ? നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് നെറ്റ് പ്രോഫിറ്റിനെ ഇത് റെഡ്യൂസ് ചെയ്യുന്നു എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 101. എക്സാമ്പിൾസ് ഫോർ പ്രൊവിഷൻ. പ്രൊവിഷൻ്റെ എക്സാമ്പിൾസ് ആണ് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ, പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ്സ്, പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ, പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ്, പ്രൊവിഷൻ ഫോർ റിപ്പേഴ്സ് ആൻഡ് റിന്യൂവൽസ്. നമ്മൾ താഴെ പറയുന്ന എക്സാമ്പിൾസ് ആണ്. ഡിപ്രീസിയേഷന് നമ്മൾ പ്രൊവിഷൻ വെക്കുന്നുണ്ട്, ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ്സിന് നമ്മൾ പ്രൊവിഷൻ വെക്കുന്നുണ്ട്, ടാക്സ് നമുക്ക് ഭാവിയിൽ ഉണ്ടാവേണ്ട ടാക്സ് എത്രയാവും എന്ന് കരുതി നമ്മൾ അതിന് പ്രൊവിഷൻ വെക്കുന്നുണ്ട്, ഡെറ്റേഴ്സിന് നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കണം ചില ടൈമിൽ, അതിന് നമ്മൾ പ്രൊവിഷൻ വെക്കണം, നമ്മുടെ കമ്പനിയിലെ മെഷീനറീസിനൊക്കെ റിപ്പയർ ഉണ്ടാവും, അപ്പോൾ അതിന് വേണ്ടി നമ്മൾ പ്രൊവിഷൻ മാറ്റുന്നുണ്ട്.
നെക്സ്റ്റ് 102ാമത്തെ ക്വസ്റ്റ്യൻ, പ്രൊവിഷൻസ് ആർ ക്രിയേറ്റഡ് ബൈ ഡെബിറ്റിംഗ് ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് എന്ത് കാണിക്കുന്നത്, എല്ലാ പ്രൊവിഷൻസും നമ്മൾ കാണിക്കുന്നത്. നെക്സ്റ്റ് 103, ഇൻ ബാലൻസ് ഷീറ്റ് ദ എമൗണ്ട് ഓഫ് പ്രൊവിഷൻ മേ ബി ഷോൺ എയ്തർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ പഠിച്ചു ഡെബിറ്റ് സൈഡിൽ നിന്ന്. ഇനി ബാലൻസ് ഷീറ്റിൽ ഇത് എവിടെയൊക്കെ കാണിക്കും, അതൊരു അസറ്റ് ആണെങ്കിൽ ബൈ വേ ഓഫ് ഡിഡക്ഷൻ ഫ്രം ദ കൺസേൺഡ് അസറ്റ് ഓൺ ദ അസറ്റ് സൈഡ്. പ്രൊവിഷൻ നമ്മളൊരു അസറ്റിനാണ് വെക്കുന്നതെങ്കിൽ അസറ്റ് സൈഡിൽ ആ കൺസേൺഡ് അസറ്റിൻ്റെ കൂടെ ഡിഡക്റ്റ് ചെയ്ത് കാണിക്കും. ലൈബിലിറ്റി ആണെങ്കിലോ ഓൺ ദ ലൈബിലിറ്റി സൈഡ് ദ ബാലൻസ് ഷീറ്റ് അലോങ് വിത്ത് ദ കറണ്ട് ലൈബിലിറ്റി. നമ്മളത് കറണ്ട് ലൈബിലിറ്റി ആയിട്ട് ലൈബിലിറ്റി സൈഡിലാണ് കാണിക്കുന്നത്. ലൈബിലിറ്റി ആണെങ്കിൽ ഇപ്പോൾ ഒരു അസറ്റിനാണ് നമ്മൾ പ്രൊവിഷൻ വയ്ക്കുന്നതെങ്കിൽ കൺസേൺഡ് അസറ്റിൽ നിന്നും ഡിഡക്റ്റ് ചെയ്ത് നെറ്റ് അസറ്റിൻ്റെ വാല്യൂ ആണ് നമ്മൾ ഔട്ടർ കോളത്തിൽ ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നത്. നെക്സ്റ്റ് 104, വാട്ട് ഈസ് ഗുഡ് ഡെറ്റേഴ്സ്. എന്താണ് ഗുഡ് ഡെറ്റേഴ്സ് എന്നാണ് പറഞ്ഞേക്കുന്നത്. എന്താണ് ഗുഡ് ഡെറ്റേഴ്സ്? ആർ ദോസ് ഫ്രം വെയർ ദ കളക്ഷൻ ഓഫ് ഡെറ്റേഴ്സ് സർട്ടൺ. അപ്പോൾ ഡെറ്റേഴ്സ് എന്താണ്, നമ്മുടെ ഫേമിൽ നിന്ന് സാധനം കടത്തിന് വാങ്ങിച്ചുകൊണ്ടുപോയി നമുക്ക് പൈസ തരാനുണ്ട്, അവരെയാണ് ഡെറ്റേഴ്സ് എന്ന് പറയുന്നത്. സോ ഗുഡ് ഡെറ്റേഴ്സ് എന്ന് വെച്ചാൽ ഡെറ്റേഴ്സ് ആർ ദോസ് ഫ്രം വെയർ ദ കളക്ഷൻ ഓഫ് ഡെറ്റ് ഇൻ സർട്ടൺ പീരീഡിലേക്ക് നമ്മൾ പൈസ കടത്തിന് സാധനം കൊടുത്തു, അവരെയാണ് നമ്മൾ ഗുഡ് ഡെറ്റേഴ്സ് എന്ന് പറയുന്നത്. 105, വാട്ട് ഈസ് ബാഡ് ഡെറ്റ്സ്. ബാഡ് ഡെറ്റ്സ് എന്താണ്? ബാഡ് ഡെറ്റ്സ് ആർ ദോസ് ഡെറ്റേഴ്സ് ഫ്രം വെയർ കളക്ഷൻ ഓഫ് മണി ഈസ് നോട്ട് പോസിബിൾ ആൻഡ് ദ എമൗണ്ട് ഓഫ് ക്രെഡിറ്റ് ഗീവൺ ഇൻ സർട്ടൺ ലോസസ്. ബാഡ് ഡെറ്റ്സ് എന്ന് പറഞ്ഞാൽ അവർ ഡെറ്റേഴ്സ് തന്നെയാണ്, പക്ഷെ അവരുടെ ആ ഡെറ്റേഴ്സിൻ്റെ പൈസ നമുക്ക് എന്ത് ചെയ്യില്ല, കിട്ടാനൊരു ചാൻസും ഇല്ല, ഒരു പോസിബിലിറ്റിയും ഇല്ല. അങ്ങനെയുള്ള ഡെറ്റേഴ്സിനെ നമുക്ക് എന്തെന്ന് പറയാം, ഡൗട്ട്ഫുൾ ഡെറ്റ്സ് എന്ന് പറയാം. അത് നമുക്ക് ഡൗട്ടാണ് എമൗണ്ട് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. ബാഡ് ഡെറ്റ്സ് എന്ന് പറയാം, അത് നമുക്ക് കിട്ടാക്കടമാണ്, ബാഡ് ഡെറ്റ് ആണ്. നെക്സ്റ്റ് 106, വാട്ട് ഈസ് ഡൗട്ട്ഫുൾ ഡെറ്റ്സ്. ഡൗട്ട്ഫുൾ ഡെറ്റ്സ് എന്താണ്? ഡൗട്ട്ഫുൾ ഡെറ്റ്സ് ആർ ദോസ് ഡെറ്റേഴ്സ് വിച്ച് മേ പേ ബട്ട് ബിസിനസ് ഫേം ഈസ് നോട്ട് ഷുവർ അബൌട്ട് ദ കളക്ഷൻ ഓഫ് ഫുൾ എമൗണ്ട് ഫ്രം ദം. അപ്പോൾ ഈ ബാഡ് ഡെറ്റ്സിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരിക്കലും കിട്ടില്ല, അത് ഡൗട്ടാണ്, നമുക്ക് എമൗണ്ട് കിട്ടില്ല എന്നുള്ള കടത്തിന് വേണ്ടി നമ്മൾ എന്ത് വയ്ക്കുവാണ്, പ്രൊവിഷൻ വയ്ക്കുവാണ്. അതിനെയാണ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് എന്ന് നമ്മൾ പറയുന്നത്. ഡൗട്ട്ഫുൾ ഡെറ്റ്സും ബിസിനസ്സിൻ്റെ ഒരു പാർട്ട് തന്നെയാണ്. ബട്ട് നമുക്ക് എന്തില്ല, നോട്ട് ഷുവർ അബൌട്ട് ദ കളക്ഷൻ ഓഫ് ഫുൾ എമൗണ്ട്. അവരുടെ കയ്യിൽ നിന്ന് ഫുൾ എമൗണ്ട് കിട്ടുമെന്ന് നമുക്കൊരു ഷുവർട്ടി ഇല്ല. അങ്ങനെയുള്ള ഡെറ്റുകളെയാണ് ഡൗട്ട്ഫുൾ ഡെറ്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് 108ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് യു മീൻ ബൈ റിസർവ്. റിസർവുകൾ എന്താണ്? A part of profit may be set aside and retaining in the business to provide for certain future needs like growth and expansion or to meet future contingencies such as workman compensation. ഇപ്പോൾ റിസർവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാവിയിൽ നമുക്ക് ബിസിനസ്സിൽ ആവശ്യമായ കാര്യങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഭാവിയിൽ ഉണ്ടാകുന്ന ലയബിലിറ്റി ഇതിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി പ്രോഫിറ്റിൽ നിന്ന് മാറ്റുന്ന ഒരു തുകയാണ് എന്തെന്ന് പറയുന്നത്, റിസർവ് എന്ന് പറയുന്നത്. അപ്പം റിസർവ് നമ്മൾ എന്ത് ചെയ്യണം, കമ്പനി മെയിനായിട്ട് നമ്മൾ ഇതൊരു ലയബിലിറ്റി തന്നെയാണ്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു അൺനോൺ ലയബിലിറ്റി ആയിട്ടാണ് നമ്മൾ പറയുന്നത്. ഈ റിസർവിൽ നിന്നുള്ള എമൗണ്ട് എടുത്തിട്ടാണ് ബിസിനസ്സിൻ്റെ ഗ്രോത്ത്, എക്സ്പാൻഷൻ, പിന്നെ ഫ്യൂച്ചർ കണ്ടീജൻസീസ്, വർക്ക്മാൻ കോമ്പൻസേഷനൊക്കെ കൊടുക്കുന്നത് റിസർവിൽ നിന്ന് എടുത്തിട്ടാണ്. റിസർവ് എന്ന് പറയുന്നത് നമ്മൾ പ്രോഫിറ്റ് എല്ലാ ആവശ്യങ്ങളും കഴിഞ്ഞ്, പ്രോഫിറ്റിൽ നിന്നും കൊടുക്കേണ്ട എല്ലാ ആവശ്യങ്ങളും കഴിഞ്ഞ് ബാലൻസ് പ്രോഫിറ്റിൽ എന്തെങ്കിലും എക്സസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ റിസർവ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. 108, റിസർവ് ഈസ് നോട്ട് എ ചാർജ് അഗൻസ്റ്റ് പ്രോഫിറ്റ് ആസ് ഇറ്റ് ഈസ് നോട്ട് മെൻറ്റ് ടു കവർ എനി നോൺ ലയബിലിറ്റീസ് ഓർ എക്സ്പെക്റ്റഡ് ലോസ് ഇൻ ദ ഫ്യൂച്ചർ. റിസർവ് ഒരിക്കലും ഒരു നോട്ട് എ ചാർജ് ഇൻ ദ പ്രോഫിറ്റിൽ നിന്ന് ഈടാക്കുന്ന ഒരു ചാർജ് അല്ല. പ്രോഫിറ്റ് കണ്ടുപിടിച്ചതിന് ശേഷം മതിയായ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് അത് റിസർവ് അക്കൗണ്ടിലോട്ട് മാറ്റുന്നത്. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ 110, റിസർവ് ഈസ് ഷോൺ അണ്ടർ ദി ഹെഡ് റിസർവ്സ് ആൻഡ് സർപ്ലസ് ഓൺ ദ ലയബിലിറ്റി സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ് ആഫ്റ്റർ ക്യാപിറ്റൽ. അപ്പം റിസർവ് എവിടെയാണ് കാണിക്കുന്നത്? റിസർവിൻ്റെ ഹെഡിങ് എന്താണ്? റിസർവ് ആൻഡ് സർപ്ലസസ് എന്നാണ്. ഓൺ ദ ലയബിലിറ്റി സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്, ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ നമ്മൾ ക്യാപിറ്റലിൽ നിന്ന് ലെസ് ചെയ്തിട്ടാണ്, ക്യാപിറ്റലിലാണ് നമ്മൾ എന്ത് കാണിക്കുന്നത്,
റിസർവ്സ് ആൻഡ് സർപ്ലസ് വരുന്നത് ഓൺ ദ ലൈബിലിറ്റി സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ് ആഫ്റ്റർ ക്യാപിറ്റൽ. അടുത്തത് 111 എക്സാമ്പിൾസ് ഫോർ റിസർവ്. എന്തൊക്കെയാണ് റിസർവ്സിൻ്റെ എക്സാമ്പിൾസ്? ജനറൽ റിസർവ് ഉണ്ട്, വർക്ക്മാൻ കോമ്പൻസേഷൻ ഫണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻഫ്ലേഷൻ ഫണ്ട്, ക്യാപിറ്റൽ റിസർവ്, ഡിവിഡൻഡ് ഇക്വലൈസേഷൻ റിസർവ്, റിസർവ് ഫോർ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. ഇത്രയും എക്സാമ്പിൾസ് ആണുള്ളത്. ജനറൽ റിസർവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതൊരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയൊന്നുമല്ല. ജനറലി ഒരു കമ്പനി മെയിൻറ്റെയിൻ ചെയ്യുക. ഇതിൻ്റെ ഒരു ഹെഡിങ് ഒന്നും പറയുന്നില്ല. എന്ത് ആവശ്യത്തിന് വേണ്ടെങ്കിലും, ഫ്യൂച്ചറിൻ്റെ എന്ത് ആവശ്യത്തിന് വേണമെങ്കിലും നമുക്ക് ജനറൽ റിസർവിൽ നിന്ന് എടുക്കാം. വർക്ക്മാൻ കോമ്പൻസേഷൻ ഫണ്ട്, വർക്കേഴ്സിന് എന്തെങ്കിലും കോമ്പൻസേഷൻ കൊടുക്കാൻ വേണ്ടിയുള്ള കോമ്പൻസേഷൻ ഫണ്ടാണ് വർക്ക്മാൻ കോമ്പൻസേഷൻ ഫണ്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ഇൻഫ്ലേഷൻ. ഇൻഫ്ലേഷൻ എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഡിക്രീസ് ഓർ ഇൻക്രീസ് ഡിക്രീസ് എന്തെങ്കിലും ഒരു ഇൻഫ്ലേഷൻ വന്നു കഴിഞ്ഞാൽ, ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ദ സെർട്ടൺ എമൗണ്ട് ഫണ്ടിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ വന്നു കഴിഞ്ഞാൽ അതിനു വേണ്ടി മാറ്റിവെക്കുന്ന റിസർവാണ് ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ഇൻഫ്ലേഷൻ ഫണ്ട്. നെക്സ്റ്റ്, ക്യാപിറ്റൽ റിസർവ്. ക്യാപിറ്റലിന് എന്തെങ്കിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ക്യാപിറ്റലിന് എന്തെങ്കിലും ലോസ് കാര്യങ്ങളോ സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് വേണ്ടി പ്രോഫിറ്റിൽ നിന്ന് മാറ്റുന്ന എമൗണ്ടാണ് ക്യാപിറ്റൽ റിസർവ്. ഡിവിഡൻഡ് ഇക്വലൈസേഷൻ റിസർവ്. നമ്മുടെ കമ്പനിയിൽ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഷെയർ ഹോൾഡേഴ്സിന് നമ്മൾ ഡിവിഡൻഡ് കൊടുക്കണം. സോ അതിനൊരു ഇക്വാലിറ്റി കിട്ടാൻ വേണ്ടി, ഇക്വലൈസേഷന് വേണ്ടി നമ്മൾ മാറ്റിവെക്കുന്ന റിസർവാണ് ഡിവിഡൻഡ് ഇക്വലൈസേഷൻ റിസർവ്. റിസർവ് ഫോർ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് റെഡീം ചെയ്യണം. ആ എമൗണ്ട് നമ്മൾ തിരിച്ചു കൊടുക്കും. ഡിബഞ്ചർ മീൻസ് കടപ്പത്രികയാണ്. അത് നമ്മൾ പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് എമൗണ്ട് കടം വാങ്ങിച്ച് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് നമുക്ക് ആ എമൗണ്ട് തിരിച്ചു കൊടുക്കണം. അതിനെയാണ് റിഡംഷൻ എന്ന് പറയുന്നത്. റിഡംഷൻ ഓഫ് ഡിബഞ്ചർ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ്. ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ആ എമൗണ്ട് തിരിച്ചു കൊടുക്കണം. തിരിച്ചു കൊടുക്കുന്ന സമയത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും? അതിനൊരു റിസർവ് മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ ഇത്രയും റിസർവുകളാണ് എക്സാമ്പിൾസ് ഫോർ റിസർവ്സ് എന്ന് പറയുന്നത്. 112 ദ റിസർവ് ഈസ് ഇൻ ദ ഫോം ഓഫ് അക്യൂമുലേറ്റഡ് പ്രോഫിറ്റ് ആൻഡ് ഇറ്റ് ഈസ് യൂഷ്വലി അവൈലബിൾ ഫോർ ഡിവിഡൻഡ്. ഇത് അക്യൂമുലേറ്റഡ് പ്രോഫിറ്റ് കണ്ടുപിടിച്ചതിന് ശേഷമാണ് നമ്മൾ എന്ത് മാറ്റുന്നത്? റിസർവ് മാറ്റുന്നത്. അപ്പം ബാക്കിയുള്ള പ്രോഫിറ്റിൽ നിന്നും മതിയായ തുക ഇനിയും ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ റിസർവ്സിലോട്ട് മാറ്റുന്നത്. നെക്സ്റ്റ്, 118 ക്വസ്റ്റ്യൻ. ഡിഫറൻസ് ബിറ്റ്വീൻ റിസർവ് ആൻഡ് പ്രൊവിഷൻ. റിസർവും പ്രൊവിഷനും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഫസ്റ്റ്, റിസർവ് എന്താണെന്ന് റിസർവ് ഈസ് ആൻ അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് അഗൻസ്റ്റ് പ്രോഫിറ്റ്. ഒരു പ്രോഫിറ്റിൽ നിന്നാണ് എന്ത് മാറ്റുന്നത്? റിസർവ് മാറ്റുന്നത്. അപ്പം അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് അഗൻസ്റ്റ് പ്രോഫിറ്റ് ആണ് റിസർവ് എന്ന് പറയുന്നത്. പ്രൊവിഷൻ എന്ന് പറയുന്നത് തന്നെ, പ്രൊവിഷൻ ഈസ് ചാർജ്ഡ് എഗൻസ്റ്റ് ദ പ്രോഫിറ്റ്. അപ്പം പ്രോഫിറ്റിന് എഗൻസ്റ്റ് ആയിട്ട് ചാർജ് ചെയ്യുന്നതാണ് പ്രൊവിഷൻ എന്ന് പറയുന്നത്. പ്രൊവിഷൻ ഈസ് ചാർജ്ഡ് എഗൻസ്റ്റ് ദ പ്രോഫിറ്റ്. നെക്സ്റ്റ് എന്താണ് പറയുന്നത്? റിസർവ് ഈസ് എ സം സെറ്റ് അസൈഡ് ഫ്രം ലൈബിലിറ്റി. റിസർവ് എന്ന് പറയുന്നത് സം സെറ്റ് ഓഫ് ലൈബിലിറ്റി. പ്രൊവിഷൻ എന്ന് പറയുന്നത് എന്താണ്? പ്രൊവിഷൻ ഈസ് കെപ്റ്റ് ഫോർ അൺനോൺ ലൈബിലിറ്റി. അൺനോൺ ലൈബിലിറ്റി ആണ്. അടുത്ത, റിസർവ് എന്താണ്? ഇറ്റ് ഈസ് എ റിസൾട്ട് ഓഫ് ഫിനാൻഷ്യൽ പോളിസി. ഫിനാൻഷ്യൽ പോളിസിയുടെ ഒരു ഭാഗമായിട്ടാണ് റിസർവ് പറയുന്നത്. പ്രൊവിഷൻ എന്താണ്? ഇറ്റ് ഈസ് എ റിസൾട്ട് ഓഫ് ജെനുവിൻ ഓഫ് റിക്വയർമെന്റ് ഓഫ് ദ ബിസിനസ്. ബിസിനസ്സിന്റെ ജെനുവിൻ ആയിട്ടുള്ള റിക്വയർമെന്റ്സിന് വേണ്ടിയാണ് നമ്മൾ പ്രൊവിഷൻ മാറ്റുന്നത്. നെക്സ്റ്റ് എന്താണ്? 14. ഇറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് അക്യൂമുലേറ്റഡ് പ്രോഫിറ്റ്. അക്യൂമുലേറ്റഡ് പ്രോഫിറ്റിന്റെ ഭാഗമാണ് റിസർവ് എന്ന് പറയുന്നത്. പ്രൊവിഷൻ എന്താണ്? ഇറ്റ് ഈസ് യൂഷ്വലി ഇൻ ദ ഫോം ഓഫ് അക്യൂമുലേറ്റഡ് ലൈബിലിറ്റി. അക്യൂമുലേറ്റഡ് ലൈബിലിറ്റിയുടെ ഭാഗമാണ് പ്രൊവിഷൻ എന്ന് പറയുന്നത്. അടുത്ത, റിസർവ് എന്താണ്? ഇറ്റ് ഷോ ലൈബിലിറ്റി സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിന്റെ ലൈബിലിറ്റി സൈഡിലാണ് റിസർവ് കാണിക്കുന്നത്. പ്രൊവിഷൻ എന്താണ്? പ്രൊവിഷൻ ഈസ് ഡിഡക്റ്റഡ് ഫ്രം ദ കൺസേൺഡ് ഐറ്റത്തിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രൊവിഷൻ ഡിഡക്റ്റ് ചെയ്യുന്നത്. അടുത്ത 6 എന്താണ്? റിസർവ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പ്രോഫിറ്റ് ഓഫ് ദി ബിസിനസ്. ഇഫ് ദർ ഈസ് നോ പ്രോഫിറ്റ് നോട്ട് ക്രിയേറ്റ്. അപ്പോൾ റിസർവിൽ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ, റിസർവ് മാറ്റണമെങ്കിൽ ബിസിനസ്സിൽ പ്രോഫിറ്റ് വേണം. പ്രോഫിറ്റ് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് മാറ്റില്ല? റിസർവ് മാറ്റില്ല.
പ്രൊവിഷൻ എന്താണ്? പ്രൊവിഷൻ ഈസ് ക്രിയേറ്റഡ് ഈവൻ ഇഫ് ദർ ഈസ് നോ റിസർവ് ഈസ് പ്രൊവിഷൻ എന്ന് പറയുന്ന പ്രൊവിഷൻ ഈസ് ക്രിയേറ്റഡ് ഈവൻ ദർ ഈസ് നോ പ്രോഫിറ്റ് ഇല്ലെങ്കിൽ പോലും നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യണം? ലോസ് ആണെങ്കിൽ പോലും നമ്മൾ എന്ത് മാറ്റണം? പ്രൊവിഷൻ മാറ്റണം. നെക്സ്റ്റ് 114 പ്രൊവിഷൻ കനോട്ട് ബി യൂസ്ഡ് ഫോർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡിവിഡൻഡ് വൈൽ റിസർവ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ. പ്രൊവിഷൻ ഒരിക്കലും നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യത്തില്ല. ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷന് നമ്മൾ പ്രൊവിഷൻ എടുക്കത്തില്ല, പക്ഷേ റിസർവ് എടുക്കും. റിസർവ് നമ്മൾ എന്തിനെടുക്കും? ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷന് വേണ്ടി എടുക്കും. നെക്സ്റ്റ് 115 ക്രിയേഷൻ ഓഫ് പ്രൊവിഷൻ ഈസ് നെസസറി ടു സർട്ടൺ in true and fair profit or loss in compliance with the precedents or conservatism concept. It has to be made even if there is no profit. അപ്പം പ്രൊവിഷൻ എന്ന് പറയുന്നത് നമുക്ക് എന്താണ്? ഒരു കൺസർവേറ്റിസം കോൺസെപ്റ്റ് ആയിട്ടാണ് പറയുന്നത്. ഇവിടെ പ്രോഫിറ്റ് ഇല്ലെങ്കിൽ പോലും നമ്മൾ എന്ത് മാറ്റണം? പ്രൊവിഷൻ മാറ്റണം. എന്നുവെച്ചാൽ 116 creation of reserve is generally at the discretion of the management. However, in certain cases, the law has stipulated for creation of specific reserve, such as debenture redemption reserve. Reserve cannot be created unless there is a profit. അപ്പോൾ റിസർവ് എന്ന് പറയുന്നത് എന്താണ്? പ്രോഫിറ്റ് കഴിഞ്ഞ് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് മാറ്റുള്ളൂ? റിസർവിലോട്ട് മാറ്റുള്ളൂ. ഒരു ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന എന്താണ്? ക്രിയേഷൻ ഓഫ് സ്പെസിഫിക് റിസർവ്. അതായത് ഡിബഞ്ചർ നമുക്ക് കടക്കാർക്ക് നമ്മൾ പൈസ തിരിച്ചു കൊടുക്കണം, അതൊരു സ്പെസിഫിക് റിസർവ് ആണ്. ഇപ്പോൾ റിസർവ് കനോട്ട് ക്രിയേറ്റ് അൺലെസ് ദർ ആർ പ്രോഫിറ്റ് എന്താണ് ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് മാറ്റില്ല? റിസർവ് മാറ്റില്ല. ഇത്രയാണ് നമുക്ക് മെയിനായിട്ട് നോക്കേണ്ടത്. പ്രൊവിഷനും റിസർവും. പ്രൊവിഷൻ എന്ന് പറയുന്നത് എന്താണ്? പ്രൊവിഷൻ നമ്മൾ അൺനോൺ ലൈബിലിറ്റിയാണ്. ലൈബിലിറ്റി ഭാവിയിൽ ഉണ്ടായേക്കാം എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റുന്ന ഒരു സ്പെസിഫിക് എമൗണ്ട് ഓഫ് മണിയാണ് പ്രൊവിഷൻ എന്ന് പറയുന്നത്. അത് പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നതിന് മുമ്പാണ് നമ്മൾ പ്രൊവിഷൻ മാറ്റുന്നത്. മാറ്റിയതിന് ശേഷം മാത്രമുള്ള എമൗണ്ടാണ് നെറ്റ് പ്രോഫിറ്റ് ആയിട്ട് കാണുന്നത്. റിസർവ് എന്ന് പറയുന്നത് എന്താണ്? റിസർവ് എന്ന് പറയുന്നത് എല്ലാ പ്രോഫിറ്റും കഴിച്ച് നമുക്ക് കൊടുക്കേണ്ടതെല്ലാം കൊടുത്തു കഴിഞ്ഞ് ഇനിയും പ്രോഫിറ്റിൽ മതിയായ എമൗണ്ട് ഉണ്ടെങ്കിൽ മാത്രം മാറ്റേണ്ട എമൗണ്ടാണ് റിസർവുകൾ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പോർഷനിൽ പഠിക്കാനുള്ളത്. താങ്ക് യു.